ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അമ്മൂട്ടി രഞ്ജിത്തേട്ടൻ്റെയും രശ്മിയേച്ചിയുടെയും മോളാണ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പോൾ ഇവരെ നമുക്കൊരു 3-4 വർഷമായിട്ട് അറിയാം. ആൻഡമാൻ തൊട്ട് നമ്മുടെ ഫ്രണ്ട്സാണ്. വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് എന്തായാലും അറിയാമല്ലോ. അപ്പോൾ അമ്മൂട്ടി വലിയ കുട്ടിയായി കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ദിവസമാണ്. കാരണം കൂടെയുള്ള ഏകദേശം സിമിലർ ഏജിലുള്ള കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അതേപോലെ അങ്ങനെ ഒരു ദിവസം രശ്മി ചേച്ചി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു അമ്മൂട്ടി വലിയ കുട്ടിയായി എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 4ാമത്തെ ദിവസം തന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ പെൺകുട്ടികളെ കാണാൻ പോകുമ്പോൾ, അതായത് ബന്ധുക്കൾ, അച്ഛൻ്റെ പെങ്ങന്മാരും അമ്മയുടെ ചേച്ചിമാരും അല്ലെങ്കിൽ ആരൊക്കെയാണോ നമ്മുടെ ബന്ധുക്കളായിട്ട് സ്ത്രീജനങ്ങളായിട്ടുള്ളത് അവരൊക്കെ പോയിട്ട് മോൾക്ക് ഗിഫ്റ്റ്സൊക്കെ കൊടുക്കണം. ഗിഫ്റ്റും അതേപോലെ നല്ല മധുര പലഹാരങ്ങളും, നമ്മുടെ നാടൻ എണ്ണയിലുണ്ടാക്കിയ നെയ്യപ്പം, ഉണ്ണിയപ്പം, അച്ചപ്പം, മുറുക്ക്, അങ്ങനെയുള്ള മധുര പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പം എനിക്ക് ഫാമിലിയായിട്ട് അവരും അവർക്ക് ഫാമിലിയായിട്ട് ഞാനും ആണ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് 4ാമത്തെ ദിവസം തന്നെ പോയിട്ട് അത്യാവശ്യം കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ട് അമ്മൂട്ടിക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. ആ പർട്ടിക്കുലർ ദിവസം നമ്മുടെ രഞ്ജേട്ടൻ സ്ഥലത്തില്ലായിരുന്നു. അതുമാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ പട്ടാളക്കാരുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരാഘോഷങ്ങൾക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം അതിന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ ലീവൊക്കെ പ്ലാൻ ചെയ്താലാണ് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സന്തോഷം നമുക്ക് വേണ്ടപ്പെട്ടവരോട് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും അവരും അതേപോലെ ആ ഒരു ബിൽഡിങ്ങിലുള്ളവർ മാത്രം കൂടിയിട്ടൊന്ന് ചെറുതായിട്ട് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാവർക്കും അനുയോജ്യമായിട്ടൊരു ഡേറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് അവളുടെ മാമനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ അനുയോജ്യമായ ഒരു ദിവസം കണ്ടുപിടിച്ച് ചെറിയ തോതിൽ നമ്മൾ ഋതുമതി കല്യാണം നടത്തുകയാണ് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് വിഷുവിന് കുറച്ച് അവർ ഈ പരിപാടി കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ വിഷുവിന് അടുപ്പിച്ച് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ഡിലേ ആക്കി വെച്ചിരുന്നൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ദിവസം എല്ലാവരും കൂടെ കൂടി രാവിലെ തന്നെ ഞാനും പ്രജി ഇവിടുന്ന് പോയിട്ടോ, അമ്മൂനും കൂട്ടിയിട്ട്. അപ്പോൾ അമ്മൂട്ടിയുടെ ഫ്രണ്ട് മൈലാഞ്ചി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈലാഞ്ചി എല്ലാം മേടിച്ചിട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫാൻസി സ്റ്റോറിൽ കയറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ദീദിമാരെല്ലാവരും കൂടെ പല സ്റ്റേറ്റിൽ നിന്നുള്ളവരാണല്ലോ. അപ്പോൾ പല രീതിയിലാണ്. അപ്പം എല്ലാവരും തമിഴ്നാട്, കർണാടക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തു നിന്നുള്ളവരാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വെജിറ്റബിൾസൊക്കെ അരിയുന്നുണ്ട്. ഒരു ഫ്ലേവേർഡ് റൈസ്, പൂരി, സബ്ജി എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് കൂടി വന്നു. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏകദേശം ലാസ്റ്റ് പരിപാടിയാണ് പൂരി ഉണ്ടാക്കൽ. അപ്പോൾ പൂരി ഒരു 3-4 പേര് കൂടി ഇരുന്ന് പരത്തി 2 പേര് മാറി മാറി ചുട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആ സമയമായപ്പോഴത്തേക്കാണ് കേട്ടോ പ്രജി വന്നിട്ട് വീഡിയോ എടുക്കുന്നതും. അപ്പോൾ നമ്മുടെ കൈയെല്ലാം മെസ്സിയാണ്. നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങൾ ഇടപെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് അത്ര നല്ല ഒരു ബിഹേവിയറൊന്നും അല്ലായിരിക്കാം. മേ ബി ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ ഫുള്ള് ക്യാപ്ചർ ചെയ്യുമ്പോഴാണല്ലോ ഒരു രസം ഉണ്ടാവുക. അപ്പം ഇത് ലക്ഷ്മി ചേച്ചിക്ക് ഒരു മെമ്മറി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പൂരി ചുട്ടെടുത്തു. അങ്ങനെ പൂരിയും കൂടെ ചുട്ട് വെച്ചതിന് ശേഷമാണ് ഇവരെല്ലാവരും റെഡി ആവാൻ വേണ്ടി പോയത് കേട്ടോ. പൂരി ചുട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും പ്രജിയും പിന്നെ രശ്മിച്ചിയുടെ ബ്രദർ വന്നിട്ടുണ്ട്, രൂപേഷ്. അപ്പം നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്തു, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോർണർ റെഡിയാക്കി അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത്. അറിയാലോ, ഒരു പട്ടാളത്തിൻ്റെ ക്വാർട്ടർ ആകുമ്പോൾ സോഫ, ചെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളതെല്ലാം കൂടെ തട്ടിക്കൂട്ടി നമ്മളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തു. കറണ്ട് വല്ലാത്ത ചതിയാണെന്ന് ചെയ്തത്. കാരണം മണിക്കൂറുകളോളം കറണ്ട് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വഴിക്കൂടെ ഞാനിത് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ രശ്മിച്ച് തറയുന്നു തുടയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തത്തി നടക്കുന്നത്. അപ്പം എൻ്റെ ഒരു പരിമിതമായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാനൊന്ന് ടേബിൾ ഡെക്കറേറ്റ് ചെയ്തു. കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം ഇതൊരു ഭംഗിയായിട്ട് കാണണമല്ലോ എന്ന് കരുതിയിട്ട് ഒരു ചെറിയ ചടങ്ങ് പോലെ. ഇതൊരു ചടങ്ങെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ നിരത്തി വെച്ചിരിക്കുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് അമ്മൂട്ടിക്ക് എടുത്ത് കൊടുക്കാം. പൊതുവേ എണ്ണപ്പലഹാരങ്ങളാണ് വെക്കുക. എണ്ണയും ശർക്കരയും ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ നെയ്യും ശർക്കരയും ചേർന്നിട്ടുള്ള പലഹാരങ്ങളാണ് കൊടുക്കുക. പണ്ടത്തെ പോലാണെങ്കിൽ നമ്മൾ ശർക്കരച്ചോറ്, പാൽച്ചോറ് അതൊക്കെയാണ് ഉണ്ടാക്കി വെക്കുക. അപ്പം ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ല. ഉലുവാക്കഞ്ഞി അതൊക്കെയാണ് കൊടുക്കുക. അപ്പം മധുരവും നമ്മുടെ ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ബ്ലഡ് ലോസ് ഉണ്ടാവുമ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഫുഡൊക്കെയാണ് കൊടുക്കുക.
അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യക്കൂട്ടം വന്ന് പറയുകയാണ്, ലക്ഷ്മി ആൻറ്റി എന്നെ ഒന്നും നിർബന്ധിക്കണം കേട്ടോ, ഞാൻ കുറച്ച് ജിലേബിയൊക്കെ കഴിച്ച് സഹായിക്കാം, ലക്ഷ്മി ആൻറ്റി നിർബന്ധിച്ചാൽ മാത്രം ഞാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് നിർബന്ധിക്കാമോ കഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഫണ്ണാക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് നമ്മളെ ചതിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കും ഒരു ടെൻഷനായി പോയായിരുന്നു. പരിപാടിയുടെ സമയത്ത് കറണ്ട് കാണില്ലേ, ഇതാ പോയി കണ്ടോ. അപ്പോൾ പരിപാടിയുടെ സമയത്ത് കറണ്ട് കാണില്ലേ, ചേച്ചിക്കും ആകെ ടെൻഷനായി, ഇത്രയും പേരെ വിളിച്ചിട്ട്. നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. ബൈ ദാറ്റ് ടൈം അമ്മുക്കുട്ടി ഒരുങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. എന്തെന്നറിയോ, നമുക്ക് ചില കുട്ടികളോട് ഭയങ്കരമായിട്ട് കമ്പനി തോന്നുമല്ലോ, അപ്പോൾ അവർക്ക് നമ്മളോട് അതേ ഒരു ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പം അവൾ ഓടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ലക്ഷ്മിയേച്ചിയും പറയുകയാണ് ഇനി അങ്ങനെ ചെയ്തു കൊടുക്കുക, അപ്പോൾ അവൾ ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. മീൻസ് ലക്ഷ്മിയേച്ചി പറഞ്ഞാൽ ചിലപ്പോൾ അവൾ സമ്മതിക്കാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ സമ്മതിക്കും എന്നാണ് ചേച്ചി പറയുന്നത്. ചില കാര്യങ്ങൾ മീൻസ് ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കിങ്ങനെ മോഡേൺ ഡ്രസ്സ് അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല, സ്ലീവ്ലെസ്സോ അതല്ലെങ്കിൽ ഷോൾ അങ്ങനെ കുത്തണം, ഷോളിങ്ങനെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അങ്ങ് കേൾക്കും. ചേച്ചി പറഞ്ഞാൽ അവൾ തർക്കിക്കാൻ നിൽക്കും, നമ്മളോട് തർക്കിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം എന്തായാലും അവളുടെ കംഫർട്ടാണ് ഞാൻ മാക്സിമം നോക്കിയത്. താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട മോളെ വിട്ടേക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്നു. രൂപേഷ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ആൾ വന്നിട്ട് നന്നായിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ട് വീഡിയോ എടുക്കുമ്പം വീഡിയോയിൽ പെടാതെ പോകാനാണ് ശമ്പൂട്ടൻ ശ്രമിച്ചത്. തീരെ ആരും കണ്ടു കാണില്ല എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുകളിലെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു. കാരണം എല്ലാവരും വന്നു കഴിയുമ്പോൾ അവൾക്കൊരു ഷൈ, ഒരു നാണം, ഒരു ബുദ്ധിമുട്ടാണ് അവൾക്ക്. അവളെ നല്ല എല്ലാവർക്കും ഈ ഒരു ദിവസം ഫസ്റ്റ് അവളുടെ ഒരു ഒഫീഷ്യൽ ഒരു ബർത്ത്ഡേ പോലെയൊന്നും അല്ലല്ലോ. അപ്പം മാമനും മോളും അല്ലെങ്കിൽ മാമനും മക്കളും തമ്മിലൊരു ഫ്രണ്ട്സ് വൈബാണ്. മാമൻ്റെ അടുത്ത് നല്ല പൂച്ചക്കുട്ടിയായിട്ട് അവൾ അടങ്ങിയിരുന്നോളും. മാമനും അതെ, അവൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതായത് നമ്മൾ അന്നേ ദിവസം നോക്കിയത് അവളുടെ മാത്രം കംഫർട്ടാണ്. ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നും എന്നൊന്നും നോക്കിയിട്ടില്ല. അവൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ അവളും മാമൻ്റെ അടുത്ത് നല്ല കുഞ്ഞായിട്ട് നിന്നു. നല്ല രീതിയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. കൂട്ടത്തിൽ പുറകിലൂടെ ഞാൻ മെല്ലെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ വീഡിയോ എടുക്കുമ്പോഴും അവൾ കുറച്ച് കംഫർട്ടാണ്. ബാക്കി എല്ലാവരുടെയും ചിലപ്പോൾ വീഡിയോയുടെ മുമ്പിലൊന്നും ചെന്ന് കൊടുക്കാറില്ല, ഒഴിഞ്ഞു മാറാറാണ്. ആദ്യക്കുട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ്, വീഡിയോയിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തൊരാളാണ്. മീൻസ് നാണമാണ് രണ്ടുപേർക്കും. അപ്പം പക്ഷേ എൻ്റെ അടുത്ത് അമ്മൂട്ടി അങ്ങനെ പ്രശ്നമില്ല. നമ്മുടെ ആൻഡമാൻ തൊട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, 2 അമ്മൂട്ടിമാരും ഒരു മിന്നൂട്ടി, അവർ 3 പേരും എപ്പോഴും എൻ്റെ വീഡിയോയിൽ വരാറുണ്ട്. അപ്പം അവരെ രണ്ടുപേരും എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, കാരണം അവർ രണ്ടുപേരും ദൂരെയാണ്. അവരുടെ രണ്ടുപേരുടെയും വെല്ലുവിളിയാവുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് പറ്റിയില്ല. അമ്മൂട്ടി എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാനത് ഗ്രാൻഡാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോയ്ക്ക് നല്ല കുട്ടിയായിട്ട് നല്ല പ്രസൻറ്റബിളായിട്ടെല്ലാം ചെയ്ത് തന്നു. അതിനുശേഷം കുറച്ച് അവളുടെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അതായത് അമ്മൂട്ടിയുടെ ഫ്രണ്ട്സ്, രശ്മിയേച്ചിയുടെ ഫ്രണ്ട്സ്, രഞ്ജിത്തേട്ടൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ളവരാണ്. കാരണം ആ ബിൽഡിങ്ങിലുള്ളവരും പിന്നെ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സും മുതിർന്ന ആൾക്കാരും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം രശ്മിയേച്ചിയുടെ അവരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. മുല്ലപ്പൂ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. അതാണ് എല്ലാവരും കൂടെ ചിരിച്ച് കോമഡി ആക്കുന്നത്. അപ്പം എല്ലാവരും കൂടെ കുറച്ച് നല്ല മൊമെൻറ്റ്സൊക്കെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഓരോരുത്തർ വന്ന് ഗിഫ്റ്റൊക്കെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട്. അവിടെ ഇവിടെ എല്ലാം കുട്ടികൾ നിറഞ്ഞിരിക്കുകയാണ് വേറെ റൂമുകളിലൊക്കെ. അപ്പോൾ സമയത്തിന് കിട്ടിയില്ലേ ബുദ്ധിമുട്ടാവില്ലേ. അങ്ങനെ അവിടെ തന്നെ എല്ലാവരും അറേഞ്ച് ചെയ്ത് വെച്ചു. രശ്മിയേച്ചി രഞ്ജിയേട്ടനും ഒക്കെ കൊടുത്തു കേട്ടോ. ആ സമയത്ത് ഞാൻ വേറെ എങ്ങോട്ടോ പോയി. പിന്നെ അവളുടെ കൂട്ടുകാരൊക്കെ വന്നു. ഇവർ 4 പേരാണ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ ചടങ്ങ് നടക്കുമ്പോൾ ഞാനും പ്രജീന്ത ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അതല്ലേ വേണ്ടത്. കുറച്ച് ലൈവായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറേയൊക്കെ. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരും സ്വീറ്റ്സ് കൊടുക്കുന്നു, മഞ്ഞളും ചന്ദനവും ഇങ്ങനെ മുഖത്ത് തേച്ച് കൊടുക്കുന്നു, ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അങ്ങനെ അതായത് അവളൊരു വുമൻഹുഡിലേക്ക് കയറിയതിന് എല്ലാവരുടെയും വക ഒരു ആശംസ, അല്ലെങ്കിൽ അവളുടെ ഒരു ന്യൂ ബിഗിനിങ്, അതൊരു സന്തോഷകരമായി, അവൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ 2 പേര്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടകയിൽ നിന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്നുണ്ട്, എല്ലായിടത്തുനിന്നും അതായത് ഓരോ സ്ഥലത്തെ ആൾക്കാർ
എങ്ങനെയാണോ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതായത് സ്വന്തം മകൾക്കാണെങ്കിൽ നമ്മളെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ബാക്കി എല്ലാവരും ചെയ്തത്. ഇത് കണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു, മഞ്ഞളും ചന്ദനവും കുങ്കുമം എല്ലാം കൊണ്ടുവന്നു. മേ ബി അവർക്കറിയാമായിരിക്കും നമ്മുടെ കണ്ണൂർ സൈഡിലോട്ട് ഇങ്ങനൊരു ചടങ്ങുകളൊന്നും കാര്യമായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവർ കൊണ്ടുവന്ന് എല്ലാം അവളുടേതായ രീതിയിൽ അനുഗ്രഹിച്ചു. അപ്പോൾ അവരിങ്ങനെ പെർമിഷൻ ചോദിക്കുകയാണ്, ഇത്ര സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയല്ലേ, അപ്പം മുഖത്തൊക്കെ മഞ്ഞൾ തേക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന്. നമ്മളിങ്ങനെ അവരെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അമ്മൂട്ടിക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല എന്നായിരിക്കും, പക്ഷേ അവൾ ഓക്കെ ആയിരുന്നു അന്നേരത്തെ. ആ ഒരു ഓക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. നമുക്കും അതൊരു അനുഗ്രഹമല്ലേ, അവളെ എല്ലാവരും അനുഗ്രഹിച്ച് വിടുന്നത് നമുക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അവളിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആകെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ചമ്മലിലും ഒക്കെയാണ്. അവരങ്ങനെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മുടെ അരിയിട്ട് സ്വീറ്റ്സൊക്കെ കൊടുത്ത് മഞ്ഞളൊക്കെ തേച്ച് പ്രോപ്പർ ഒരു വേയിൽ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു രീതിയിൽ അത് കൈകാര്യം ചെയ്തു. അതിനുശേഷം എല്ലാവരുടെ കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഓരോരുത്തരായിട്ട് അങ്ങനെ വന്നു. വരുമ്പം അവരവരുടെ രീതിയിൽ അങ്ങനെ ചെയ്യുന്നു. ഇതിൽ ആണുങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്നു, പെണ്ണുങ്ങൾ മാത്രം ചെയ്യുന്നു, അങ്ങനെയൊന്നും അല്ല ചെയ്തത് കേട്ടോ. എല്ലാവരും അവരവരുടെ ഫാമിലിയായിട്ട് വന്ന് ഹസ്ബൻഡും വൈഫും കൂടെ. മക്കൾക്ക് ഇതിനകത്ത് വലിയ റോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മമ്മൂട്ടിയുടെ ഫ്രണ്ട്സ് മാത്രമാണ് കൂടുതൽ അതിനകത്ത് ഭാഗമായിരുന്നത്. അല്ലാതെ ബാക്കിയെല്ലാം ഫാമിലിയായിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്നിട്ട് അവളെ അനുഗ്രഹിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. കാരണം ഇപ്പം ഫാമിലി വരാൻ പറ്റാത്തവർക്കാണെങ്കിലും നമ്മൾ അത്രയും എല്ലാവർക്കും ഒരുപോലല്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരെയും ഉൾക്കൊള്ളിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ചിലർക്ക് ജോലിയുടെ ഭാഗമായിട്ട് വരാൻ പറ്റിയില്ല, പിന്നെ പ്രായത്തിൻ്റെ പരമായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് തീരെ നിവൃത്തികേടുള്ളവർ മാത്രമാണ് വരാത്തത്. ബാക്കി എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് ഈ വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ വലുതായി കഴിഞ്ഞ് അമ്മൂട്ടിക്ക് കാണുമ്പോൾ ഇതൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അവൾ എന്നെ ഓർക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു. ഇവരെല്ലാവരെയും മേ ബി നമ്മൾ രണ്ട് വർഷം കൂടുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർ ഈ വളരുന്ന സ്റ്റേജ് ആയതുകൊണ്ടും എല്ലാവരെയും ഓർക്കണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണും, പക്ഷേ കുട്ടികൾക്ക് എല്ലാവരെ ഓർക്കണമെന്നില്ല. അപ്പോൾ മേ ബി വളർന്ന് വലുതായി ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോൾ അമ്മൂട്ടി ഈ വീഡിയോ കാണാൻ ഇടയാകുകയാണെങ്കിൽ അവൾക്കും അവളുടെ മനസ്സിലേക്ക് ഇവരുമായിട്ടുള്ള ഓരോ മൊമെൻറ്റ്, ഇവരുമായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലുള്ള മൊമെൻറ്റ്സൊക്കെ അവൾക്ക് ഇങ്ങനെ ഓർമ്മ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിൽ മതി. കാരണം നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ഗസ്റ്റിന് എല്ലാവർക്കും എല്ലാം കൊടുത്തതിന് ശേഷം ലാസ്റ്റ് മതി നമ്മളെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. നമ്മളായിട്ട് നടത്തുന്നൊരു ചടങ്ങ്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഏറ്റവും ലാസ്റ്റ് മതി എന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ മഞ്ഞളൊന്നും തേക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രൂപേഷ് പറഞ്ഞു, അതൊരു രസമല്ലേ, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തു. അപ്പോൾ പ്രജിയും അമ്മൂട്ടിയും ഇങ്ങനെ മുട്ടി അടി ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര ഫണ്ണാണ് ഇവർ രണ്ടും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രജി ശമ്പൂട്ടിനെ ഇങ്ങനെ പറഞ്ഞേൽപ്പിക്കുകയാണ് ഏറ്റവും വലിയത്. അതായത് അമ്മൂട്ടിക്ക് സ്വീറ്റ്സ് ഒന്നും അധികം ഇഷ്ടമല്ല, അപ്പം ഏറ്റവും വലുത് തന്നെ അവൾക്ക് കൊടുക്കണം കേട്ടോ എന്നൊക്കെ അവളെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ കൊടുത്തു, എല്ലാവരും കൊടുത്തു. പക്ഷെ അവളുടെ വായ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, അവൾക്ക് കഴിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. എല്ലാവരും കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു, കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. കണ്ടോ, അവൾ എല്ലാവരും പോയി കഴിയുമ്പോഴാണ് ഒന്ന് മര്യാദയ്ക്ക് കഴിക്കുന്നത്. എന്നിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, കൂട്ടുകാരെല്ലാവരും വന്നു, എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് മാമനും മോളും. അപ്പം മാമനും മോളും ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, കൂട്ടുകാരാണ്. മാമനും മോനും മാമൻ അങ്ങനെയാണ് മക്കളെ കൊണ്ടു നടക്കുന്നത്. അവളുടെ ഒരു കംഫർട്ട്, അതുകൊണ്ടാണ് നമുക്ക് നാട്ടിൽ പോയിട്ട് ഇനി കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാം എന്നുള്ള രീതിയിൽ എത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഗിഫ്റ്റൊന്നും കൊടുക്കുന്നത് കാണില്ല. അപ്പോൾ ഞാൻ നേരത്തെ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ, അമ്മൂട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആദ്യക്കുട്ടനും വന്നു, അവനെയും കൂടെ കൂട്ടി നിർത്തി. അവരുടെ ഇപ്പോൾ ഉള്ള ഫാമിലി, അമ്മയ്ക്കൊന്നും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് വന്ന് ഒരു ദിവസത്തേക്ക് മാമൻ പോവുകയാണ് ചെയ്തത്. കാരണം മാമനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ വേറെ ഞായറാഴ്ച സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേന് വേറെ കല്യാണങ്ങളും ഷൂട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു തിരക്ക് പിടിച്ചോടി വന്നതാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡിന്നർ ഇതായിരുന്നു. പൂരിയുണ്ട്, ഫ്ലേവേഡ് റൈസ് ഉണ്ട്, ഒരു പനീർ മട്ടർ സബ്ജിയുണ്ട്, ആലു സബ്ജിയുണ്ട്, പിന്നെ പായസമുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കുമ്പോഴായാലും നമ്മൾ ഫാമിലി ഏറ്റവും ലാസ്റ്റിലാണ് ഇരുന്നത്. അതായത് ഞാനും പ്രജി, ശംഭു, രഞ്ജിത്തേട്ടനും രൂപേഷും, അതേപോലെ രശ്മിയേച്ചി, മക്കളും. അതായത് അമ്മൂട്ടി നേരത്തെ ഇരുന്നു, രശ്മിയേച്ചി ആദ്യക്കുട്ടനെ നേരത്തെ ഇരുന്നു. നമ്മൾ എല്ലാവരും ലാസ്റ്റിൽ കഴിക്കാം. കാരണം നമ്മളല്ലല്ലോ ഫസ്റ്റ് കഴിക്കേണ്ട ആൾക്കാർ. എന്നാൽ ശരി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മൂട്ടി ആദ്യം പോവല്ലേ, നമുക്ക് ഗിഫ്റ്റൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് പോവാമേ എന്ന് പറഞ്ഞപ്പം ഞാൻ അവിടെ നിന്നു. അപ്പോൾ അവരെല്ലാവരും കൊണ്ട് കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ തുറന്നു നോക്കി എന്നെ കാണിച്ചു. അപ്പോഴത്തേക്ക് ഇത് ഏകദേശം രാത്രിയായി.
ഒത്തിരി ലേറ്റായി. പക്ഷേ ശമ്പൂട്ടിന് സ്കൂളൊന്നും ഇല്ല, അടുത്ത ദിവസം ശനിയാഴ്ച, അങ്ങനെ ഒരു ദിവസം ആയിരുന്നുകൊണ്ട് വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പ്രജിയും ഓക്കെ ആയിരുന്നു. കാരണം നമ്മൾ ഈ ഒരു ദിവസം മൊത്തം ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, രാവിലെ തൊട്ട് രാത്രി വരെ. അപ്പോൾ ഗിഫ്റ്റുകളെല്ലാം തുറന്ന് നോക്കി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു ഫാമിലി പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചേട്ടനും അനിയനും ശമ്പൂട്ടനും ആദ്യക്കുട്ടനും കൂടെ അപ്പം തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഗിഫ്റ്റുകളൊക്കെ തുറന്ന്, അപ്പോൾ അവിടെ ഡെക്കറേഷൻ വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോഴത്തേക്ക് രഞ്ജേട്ടൻ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തന്നു വിടാനായിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ചെറിയ പരിപാടി.